ഇന്നെനിക്കൊരു വലിയ തല കിട്ടി കേട്ടോ. ഒരു മുതുക്ക് തലേന്ന് തന്നെ പറയാമേ. കണ്ടപ്പോൾ നല്ല സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ വൃത്തിയാക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് തോന്നി ഇത് ഏത് നേരത്താണോ എനിക്കിതിനെ വാങ്ങിക്കാൻ തോന്നിയതെന്ന് വിചാരിച്ചിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കുകയാണേ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കത്തി ഉപയോഗിച്ചു, കത്രിക ഉപയോഗിച്ചു, മാറി മാറി ഇതിനെ വൃത്തിയാക്കാൻ നോക്കി കേട്ടോ. ഒരു രക്ഷയില്ല. അതിൻ്റെ പല്ലും തലയും ഒന്നും വെട്ടിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലേ. പിന്നെ വല്ല വിധേനയും ഒരു അരമണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തെ ഇതും പിന്നെ അതിൻ്റെ നാക്കുമൊക്കെ ഞാൻ വലിയ വിധേന വലിച്ച് പുറത്തെടുത്തിട്ട് കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ വീണ്ടും ഇരിക്കുന്ന വൻ പല്ലുകളോട് ഒരു നിര തന്നെ ഉണ്ടായിരുന്നേ. പിന്നെ ഞാൻ അതിനെ വെട്ടോത്തി വെച്ച് നല്ല രീതിയിൽ വെട്ടിയെടുത്തു. ഓരോ ഭാഗമായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. കത്രികയ്ക്കൊന്നും ഒട്ടും കേൾക്കുന്നില്ല. നല്ല മുറ്റിയ തലയായിരുന്നു. ഇത് ചിലാവിൻ്റെ തലയാണ്. അതിൻ്റെ നാക്കൊക്കെ ഞാൻ വല്ല വിധേനയും പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ തല ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല. ഞാനങ്ങനെ വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. എനിക്കങ്ങനെ അത്ര വലിയ തല മേടിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇന്ന് കണ്ടപ്പോഴേക്കും അതൊന്ന് എടുക്കാമെന്ന് തോന്നിയിട്ട് ഞാനങ്ങനെ വാങ്ങിച്ചിട്ട് വന്നതാണ്. അവസാനം ഈ വൃത്തിയാക്കുന്ന പാട് കരുതിയപ്പം വേണ്ടായിരുന്നു എന്ന് വിചാരിച്ച് ഒടുവിൽ കത്രികയും പിച്ചാത്തിയും എല്ലാം മാറ്റി വെച്ചിട്ട് വെട്ടുകത്തിയെ തന്നെ എടുത്തു കേട്ടോ. ഇതിൻ്റെ വായൊക്കെ വെട്ടിയെടുക്കാനായിട്ട് നല്ല വലിയ പല്ലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പം ഇതിനെ വെട്ടിയെടുക്കണമെങ്കിൽ നല്ല മൂർച്ചയുള്ള വെട്ടുകത്തി തന്നെ വേണം. ഞാൻ ഇങ്ങനെ കല്ലിൽ കൊണ്ടിട്ട് ഇതിനെ നല്ല രീതിയിൽ വെട്ടി ആ കണ്ണിൻ്റെ മുഖഭാഗം വെച്ച് വെട്ടിയെടുത്തേ. അങ്ങനെ 1 മണിക്കൂറത്തെ പരിശ്രമത്തിന് ശേഷം വല്ല വിധേനയും ഞാൻ ആ തലയെ അടുപ്പത്തോട്ടാക്കി. നല്ല രുചിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വൃത്തിയാക്കാനുള്ള പാട് വിചാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനമേ വേണ്ടാന്ന് വിചാരിച്ച്. അപ്പോൾ തലക്കറിയൊക്കെ റെഡിയായതിന് ശേഷം ബാക്കി ഒരു പീസും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് കറിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ ഒരല്പം ബുദ്ധിമുട്ടിയായാലും ഉച്ചയ്ക്ക് തലക്കറിയും നല്ല കഷ്ണം കറിയൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിച്ചിട്ട് അപ്പം മീൻ കറി വെച്ചത്, തല വറ്റിച്ച് വെച്ചതും, അച്ചാറ്, അവിയൽ, മീൻ മുട്ട പൊരിച്ചത്, പിന്നെ ചോറ്, മരിച്ചിനി കടുതാളിച്ചത്, മരിച്ചിനി കറി വെച്ചത്. ചീനി കറി വെച്ചപ്പോഴാണ് അവിച്ചാൽ മതിയെന്ന് വിചാരിച്ചത്. അങ്ങനെ കുറച്ചെടുത്ത് അവിക്കുകയും കൂടി ചെയ്തു.